അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു തറവാട്ടു പള്ളിയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നും ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെ ആകർഷിക്കുന്നതാണ് പള്ളികൾ. അതിൻ്റെ രൂപകൽപ്പന അതൊന്ന് വേറെ തന്നെയാണ്. പള്ളികളുടെ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങൾ കാണുമ്പോൾ വിശ്വാസമുള്ളവനാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും നോക്കിപ്പോവും. അത്രയും മനോഹരമായിരിക്കും അവയുടെ പ്രൗഢഗംഭീരമായ നിൽപ്പ്. കൊപ്പം ചെറുപ്പുളശ്ശേരി റോട്ടിൽ വണ്ടുംതറ എന്ന സ്ഥലത്ത് ഉള്ള വണ്ടുംതറ ജുമാ മസ്ജിദാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. റോട്ടിൽ നിന്നും എടുത്ത വീഡിയോ ആണിത്. ദൂരക്കാഴ്ചയിൽ വളരെ മനോഹരമായി നമുക്ക് ഈ പള്ളിയെ കാണാൻ കഴിയും. അടുത്ത് ചെന്നാൽ ഇതിനേക്കാൾ കൂടുതൽ മനോഹാരിതയുണ്ടെങ്കിലും ക്യാമറയിൽ അതിൻ്റെ മുഴുവൻ ഭാഗവും ഇതുപോലെ കിട്ടുക എന്നുള്ളത് പ്രയാസകരമാണ്. അതുകൊണ്ട് ഞാൻ റോഡിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് ഇത്. വണ്ടുംതറ ജുമാ മസ്ജിദ് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഒരുപാട് മഹല്ലുകൾ ഇതിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. ധാരാളം മഹല്ലുകൾ പിരിഞ്ഞു പോയത് തന്നെ ഇതിന് തറവാട് പള്ളി എന്ന് പലരും പറയുന്നു. ഇവിടെ ഇന്ന് വലിയ ദർസ് നടക്കുന്നുണ്ട്. ധാരാളം വിദ്യാർത്ഥികളുള്ള ദർസാണ് ഇവിടെ. ഈ വഴി പള്ളിയുടെ വഴിയാണ്. രണ്ട് ഭാഗത്തുള്ള പാടങ്ങളിൽ നിന്നും ലഭിച്ച സ്ഥലത്തിൽ കൂടി വഴി വെട്ടി എടുത്താണ് അവിടേക്ക് ഇപ്പോൾ വഴിയുള്ളത്. എല്ലാ വാഹനങ്ങൾക്കും അവിടേക്ക് കടന്നു പോകാൻ കഴിയും. ആദ്യകാലങ്ങളിൽ ഇതിലെ വരമ്പുകളായിരുന്നു. ആ വരമ്പിലൂടെ നടന്നുകൊണ്ടായിരുന്നു പോയിരുന്നത് എന്ന് ഇവിടുത്തെ പഴമക്കാർ പറയുന്നുണ്ട്. പല തലമുറകളുടെയും കാരണവന്മാർ ഈ പള്ളിയുടെ പള്ളിത്തൊടിയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ വിശേഷ ദിവസങ്ങളിൽ ഈ പള്ളികളിൽ പോകാത്തവർ വളരെ കുറവാണ്. പരിസരവാസികളായ മഹല്ല് നിവാസികളെല്ലാം ഈ പള്ളിയിൽ തങ്ങളുടെ ഉപ്പാപ്പമാരെ കാണാൻ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ അടുക്കൽ പോയി ഒന്ന് യാസീൻ ഓതാനും സലാം പറയാനും വേണ്ടി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായ രീതിയിലാണ് പള്ളിയുടെ രൂപകൽപ്പനയുള്ളത്. ഗേറ്റ് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ അധികം ആകർഷണീയമായ രൂപമാണ് ഇതിന് ഉള്ളത് എന്ന്. പള്ളിയുടെ മുറ്റമെല്ലാം ഇൻ്റർലോക്ക് ഇട്ട് വളരെ വൃത്തിയായി കിടക്കുന്ന ഒരു മുറ്റമാണ് നമുക്ക് കാണാൻ കഴിയുക. പള്ളിയുടെ ഉള്ളിലേക്ക് ഞാൻ പോയി വീഡിയോ എടുത്തിട്ടില്ല. റോട്ടിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുതന്നെ വളരെ മനോഹരമായ ദൃശ്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഒരു വൈകുന്നേര സമയമായതുകൊണ്ട് വീഡിയോയിൽ പ്രകാശത്തിൻ്റെ ക്ലിയർ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഇനിയും ഇൻഷാ അല്ലാഹ് ഇത്തരം വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കും. നിങ്ങൾക്ക് ഈ പള്ളിയും പരിസരവും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഒന്ന് അമർത്തി വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണാൻ കഴിയും. ഇതിനു മുമ്പ് ഞാൻ വണ്ടുംതറ ഒരു മഖാമിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. മഹാനായ ഒരു വലിയാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് വന്നിരുന്ന സംഘത്തിൽപ്പെട്ട ഏതോ ഒരു മഹാമനീഷിയാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നതുകൊണ്ട് തന്നെ ആ മഖാമിൻ്റെ പുറത്തുള്ള വീഡിയോയാണ് അവിടെയും ഞാൻ എടുത്തിട്ടുള്ളത്. ഉള്ളിലേക്ക് കയറി വീഡിയോ എടുക്കുന്നത് അവിടെ വിരോധിക്കപ്പെട്ടതും ആ മഹാനോട് നമ്മൾ ചെയ്യുന്ന ഒരു അനാദരവുമായി പോകും എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.